നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി. ഗുരുപവനപുരിയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. ഏകാദശിയോടനുബന്ധിച്ച് മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ. ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുജിതയുടെ വിജയം 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. വിജയത്തോടെ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫ് നിലനിർത്തി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. ഷൊർണൂരിൽ INTUC റീജിയണൽ കമ്മിറ്റിയുടെ പന്തം കൊളുത്തി പ്രകടനം. പത്രിപ്പാലയിൽ പ്രതിഷേധ ജ്വാലയുമായി വെൽഫെയർ പാർട്ടി. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിൽ തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് പേരാമംഗലം സ്വദേശി വിഷ്ണു. അപകടം നടന്നത് ഇന്നലെ രാത്രിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ഗുരുവായൂർ ഏകാദശി. ആഘോഷ നിറവിലാണ് ഗുരുവായൂർ. കഴിഞ്ഞ ദിവസം മുതൽ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ 7 മുതൽ ആധ്യാത്മിക ഹാളിൽ ശ്രീമദ് ഗീതാ പാരായണം ആരംഭിച്ചു. ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ് ചോറ്, കാളൻ, പുഴുക്ക്, ഗോതമ്പ് പായസം എന്നിവയോടെ പ്രത്യേക സദ്യ ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്നു. കിഴക്കേ നടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദർശനത്തിനും പ്രസാദത്തിനും പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വൃശ്ചികമാസ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്രതശുദ്ധിയുമായി ഏകാദശി നാളിൽ ഗുരുപവനപുരിയിലെത്തിയത് പതിനായിരങ്ങൾ. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ 3 മണി മുതൽ നാളെ രാവിലെ 9 വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ്. രാത്രിയിലും പൂർണ്ണസമയം ദർശനം നടത്താം. ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ 6:30 ഒരാനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദവൂട്ടൊരുക്കി. ഗുരുവായൂർ ACP KM ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംവിധാനമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയത്. സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെൻറ്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ക്യൂ നീണ്ടു. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വില്വാദ്രിയിൽ പുനർജനി നോണ്ട് വിശ്വാസികൾക്ക് ജന്മസുഹൃതം. ഗുരുവായൂർ ഏകാദശി നാളിൽ മാത്രമാണ് തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിനു സമീപമുള്ള മലയിലെ ഗുഹയിലൂടെ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. ദേവസ്വത്തിന്റെ ടോക്കൺ പ്രകാരം പുലർച്ചെ ചടങ്ങുകൾ തുടങ്ങി. പഞ്ചായത്തും ദേവസ്വം ബോർഡും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ രാവിലെ മേളത്തോടെ കാഴ്ചശീവേലി നടന്നു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കുളപ്പുള്ളി എരിപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി സംഗീതോത്സവം നടന്നു. ദേവസ്വം ട്രസ്റ്റി ജയൻ, കലാഭവൻ സന്ധ്യ, ചന്ദ്രശേഖരൻ കോട്ട്, ദിലീപ് തൃക്കടീരി, നാരായണൻ, മനോജ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ സന്ധ്യ ആദ്യ കച്ചേരി അവതരിപ്പിച്ചു. നിരവധി സംഗീതജ്ഞർ സംഗീതാർച്ചന നടത്തി. ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വിജയം. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുജിതയുടെ വിജയത്തോടെ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫ് നിലനിർത്തി. 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുജിതയുടെ വിജയം. ആകെ പോൾ ചെയ്ത 952 വോട്ടിൽ യു.ഡി.എഫ് 479 വോട്ടും LDF 375 വോട്ടും BJP 98 വോട്ടും നേടി. ആവേശകരമായ പ്രചരണത്തിന് ശേഷം ചാലിശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമാണ് UDF നേടിയത്.
UDF സ്ഥാനാർത്ഥി കെ സുജിത 104 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതോടെ പഞ്ചായത്തിൽ ഭരണം UDF നിലനിർത്തി. UDF സ്ഥാനാർത്ഥിക്ക് 479 വോട്ട് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 375 വോട്ടുകളാണ് നേടാനായത്. BJPക്ക് 98 വോട്ടുകൾ ലഭിച്ചു. വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനം നടന്നു. പതിനഞ്ച് വാർഡുകളുള്ള ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകൾ കരസ്ഥമാക്കിയാണ് UDF അധികാരത്തിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കമായിരുന്നു ഇതിന് കാരണം. തുടർന്ന് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വിജീഷ് കുട്ടനെ തെരഞ്ഞെടുത്തു. കക്ഷിനില തുല്യമായ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. വിജയം നേടിയതോടെ UDF ഭരണത്തിൽ തുടരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് യുവാവ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് മുണ്ടൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്ന് പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടർന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അപകട വിവരമറിഞ്ഞ് വിയ്യൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 55% പൊള്ളലേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പത്രിപ്പാലയിൽ പ്രതിഷേധ ജ്വാല നടത്തി. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധജ്വാല അനസ് സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജാഫർ പത്തിരിപ്പാല, ഷംസുദ്ദീൻ മാങ്കുറിശി, ഷംസുദ്ദീൻ പത്തിരിപ്പാല, മുജീബ് ലക്കിടി, TM ഇക്ബാൽ, നാസർ, ഷിഹാബ്, നജ്മുദ്ദീൻ, റഫീഖ്, യൂനസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ഭാരങ്ങളും ചുമത്തിക്കൊണ്ട് ജനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ പ്രതിഷേധിക്കുവാൻ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് പാർട്ടിയിലെ പ്രാദേശിക ഘടകങ്ങൾ തൊട്ട് സംസ്ഥാന കമ്മിറ്റി വരെ ഇതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ മാത്രം അഴിമതി എല്ലാം നടത്തിക്കൊണ്ട് അവരും അവരുടെ കുടുംബങ്ങളും മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ INTUC ഷൊർണൂർ റീജിയണൽ കമ്മിറ്റി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രകടനത്തിനു ശേഷം പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ ആനന്ദ് വി നായർ, അബ്ദുൽ ഖാദർ വാക്കയിൽ, KP മുഹമ്മദ് അലി, അബ്ദുൾ റസാഖ്, KP വേണുഗോപാലൻ, TS വിനയകുമാർ, സുശീൽ കുമാർ, R സുരേഷ് ബാബു, ഗീത, ശ്രീലത, വിനോദ് പുത്തൻവീട്ടിൽ, പ്രിയദർശൻ, വിജയഭാനു, അജയ് ഘോഷ്, മുത്തു പരത്തിപ്ര, സുജിത് കുമാർ, പരമേശ്വരൻ, വിൻസെന്റ്, രാജേഷ്, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കും മുതലാളിത്ത ചങ്ങാത്തത്തിനുമെതിരെ CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളിയിൽ സായാഹ്ന ധർണ നടത്തി. CPI ജില്ലാ കൗൺസിൽ അംഗം S രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത് കൂടുതൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വളരെ
ക്രമത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെ ഒന്നിച്ച് നീങ്ങണം എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സായാഹ്ന ധർണയിൽ മണ്ഡലം സെക്രട്ടറി MS പൗലോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി. EK സുഭാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം തുടരുന്നു. കേരളോത്സവത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പഞ്ചഗുസ്തി മത്സരം ആവേശകരമായി. തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചത്. അമ്പലപ്പാറ വേൾഡ് ജിമ്മിലായിരുന്നു മത്സരം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് ഖാസിം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി ഇത്തവണയും വളരെ വിപുലമായി തന്നെ കേരളോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഡിസംബർ മാസം 1-ാം തീയതി ക്രിക്കറ്റിന്റെയും ഷട്ടിലിന്റെയും ആരംഭത്തോടുകൂടി കേരളോത്സവം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പിന്നീട് നിരവധിയായ കലാകായിക പരിപാടികൾ, ഫുട്ബോൾ, അതുപോലെ തന്നെ വോളിബോൾ, കബഡി, 15-ാം തീയതിയോടുകൂടി ആർട്സ് മത്സരത്തോടുകൂടിയിട്ടാണ് ഈ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കേരളോത്സവം അവസാനിക്കുന്നത്. കഴിഞ്ഞ തവണ കേരളോത്സവം നടത്തുന്ന സമയത്ത് പഞ്ചഗുസ്തി മത്സരം ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചന്ദ്രു, വേൾഡ് ജിമ്മിന്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള ചന്ദ്രു താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ വെച്ച് തന്നെ പഞ്ചഗുസ്തി മത്സരം നടത്താം. പഞ്ചായത്ത് അംഗം M. സനീഷ് അധ്യക്ഷത വഹിച്ചു. രവി മാസ്റ്റർ സ്വാഗതവും ജയേഷ് നന്ദിയും പറഞ്ഞു. വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. 14-15 തീയതികളിൽ കലാമത്സരങ്ങളോടെ പഞ്ചായത്ത് കേരളോത്സവം സമാപിക്കും. 15-ന് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സമാപന യോഗത്തിൽ ട്രോഫികൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനമാകും. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. രാത്രി തേനൂർ ശ്രീരാഗത്തിന്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. വ്യാഴാഴ്ച കഥകളിയുണ്ടാകും. വെള്ളിയാഴ്ച തൃക്കാർത്തിക മഹോത്സവത്തോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. അന്ന് വൈകിട്ട് 3-ന് കാഴ്ചശീവേലി, കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം, രാത്രി ഓട്ടൻതുള്ളൽ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ നടക്കും. ദീപാരാധനാവേളയിൽ സഹസ്ര ദീപാലങ്കാരവും ഒരുക്കും. രുക്മിണിയുടെ അച്ഛൻ മനസ്സിനോട് പറഞ്ഞു ഭഗവാനെ വേണം. അപ്പോ ഇന്ദ്രിയങ്ങൾ അതിന് തടസ്സമായിട്ട് നിന്നു. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്ക്, അല്ലേ? ആ ജ്ഞാനേന്ദ്രിയങ്ങൾ അജ്ഞാനത്തിന്റെ സ്വരൂപം പൂണ്ട് ഏട്ടന്മാരുടെ രൂപത്തിൽ വന്നു. അവര് ആത്മസ്വരൂപത്തെ അറിയുന്ന രുക്മിണിയുടെ ഈശ്വരഭാവത്തിലേക്ക് എത്താനുള്ള മോഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല, അവര് പറഞ്ഞു ഈ ജീവനെ നമുക്ക് ശിശുപാലനെ ഏൽപ്പിക്കാം. ശിശുപാലൻ ഭൗതികതയുടെ പ്രതീകമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി. ഗുരുപവനപുരിയിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. ഏകാദശിയോടനുബന്ധിച്ച് മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ.
ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിതയുടെ വിജയം 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. വിജയത്തോടെ പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. ഷൊർണൂരിൽ INTUC റീജിയണൽ കമ്മിറ്റിയുടെ പന്തം കൊളുത്തി പ്രകടനം. പത്രിപ്പാലയിൽ പ്രതിഷേധ ജ്വാലയുമായി വെൽഫെയർ പാർട്ടി. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിൽ തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് പേരാമംഗലം സ്വദേശി വിഷ്ണു. അപകടം നടന്നത് ഇന്നലെ രാത്രിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.